ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണേ. നമുക്ക് മണ്ഡലകാല ആരംഭമല്ലേ ഇപ്പോൾ. നമ്മുടെ നാട്ടിലെല്ലാവരും ശബരിമലയിൽ പോവുകയും നോമ്പ് പിടിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം. ഞാൻ ജീരകം ഒന്ന് ചേർത്ത് നോക്കിയത് എങ്ങനെ ഉണ്ടെന്നറിയാൻ. ആദ്യമായിട്ടാണ്. കറിവേപ്പില, 2 കതിർപ്പ് കറിവേപ്പില, 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 4 പച്ചമുളക്, എരിവില്ലാത്ത മുളക് അതുകൊണ്ടാണ് 4 പച്ചമുളക് ഇട്ടേക്കുന്നത്, 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി അത് നന്നായിട്ട് വഴറ്റി അത് മൂപ്പിക്കണം. മൂത്ത് അതിൻ്റെ കളർ പോകണം, ആ നിറം മാറും. ആ കളർ മാറി ഗോൾഡൻ കളറാവും. അതുവരെ ഇതെല്ലാം മൂപ്പിക്കണം. വെളുത്തുള്ളി ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിക്കണം, നന്നായിട്ട് മൂപ്പിക്കണം. മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാൻ കാര്യം 3/4 കിലോ മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചാണ് ഇട്ടത്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നി ഈ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൊണ്ടത് മിക്സ് കറക്റ്റ് ആവത്തില്ല, അതിൻ്റെ കൂട്ട് റെഡി ആവത്തില്ല. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ വീണ്ടും ആഡ് ചെയ്തു. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ച് അതിൻ്റെ മണം മാറും വരെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചിട്ട് 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ഗ്ലാസ് തികച്ചിടക്കാതെ തിളച്ച വെള്ളം, ചെറിയ ചൂടുള്ള തിളച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്ത് നന്നായിട്ടത് അതിൻ്റെ ആ ഒരു പച്ച കൊത്തലുണ്ട്, ആ കൊത്തൽ മാറും വരെ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്, അത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് അത്രയായിട്ട് തോന്നിയത്. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മാങ്ങ മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കായപ്പൊടി കുറവാണെങ്കിൽ കായപ്പൊടി ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ അരിഞ്ഞ് ഉപ്പ് പുരട്ടി അരമണിക്കൂർ വെച്ചിരുന്ന മാങ്ങയാണ്, ആ മാങ്ങ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അടിപൊളി മാങ്ങാച്ചാറാണ്, പെട്ടെന്ന് റെഡിയാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.